ഹായ്, എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ചില്ലി ഫിഷിൻ്റെ റെസിപ്പിയാണ്. ചില്ലി ഫിഷ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡോ ചൈനീസ് കോമ്പിനേഷനിലുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. ഇൻഡോ ചൈനീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്പൈസസും ചൈനീസ് സോസും കൂടെ കമ്പൈൻ ചെയ്തുള്ള ഒരു റെസിപ്പി. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് വേണ്ടത്, ഞാനിവിടെ ഒരു ബൗളെടുത്തു. 250 ഗ്രാം ഫിഷാണ് ഇത്. നെമ്മീനാണ്. ക്യൂബ് സൈസിൽ കട്ട് ചെയ്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ഗ്രാംസ്. ഇനി നമുക്ക് മാരിനേഷനുള്ള ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 എഗ്ഗിൻ്റെ വൈറ്റ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ 1 ടീസ്പൂൺ, രണ്ടും കൂടെ മിക്സ് ചെയ്ത് 1 ടീസ്പൂൺ പേസ്റ്റ് തന്നെ എടുക്കണം. നമുക്ക് പുരട്ടാൻ അതായിരിക്കും സൗകര്യം. പിന്നെ വേണ്ടത് ഒരു പകുതി ലൈം ജ്യൂസ്, പകുതി ലൈം കട്ട് ചെയ്തിട്ട് പകുതി ലൈമിൻ്റെ ജ്യൂസ്, ഇത്രയും. പിന്നെ ഒരു ടീസ്പൂൺ മൈദ, 2 ടീസ്പൂൺ കോൺഫ്ലോർ, ഇത്രയും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇതിൽ നമുക്ക് പുരട്ടിയാണ് മീൻ വയ്ക്കേണ്ടത്. ഗ്രേവി കുറച്ച് ഡ്രൈ ആണെങ്കിൽ ഒരു സ്പൂൺ വെള്ളം എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഇവിടെ പാകത്തിനാണിതിപ്പോൾ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഗ്രേവി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫിഷ് ഇതിലേക്ക് ഓരോ ഫിഷായിട്ടെടുത്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ഭയങ്കര സോഫ്റ്റ് അല്ലേ ഫിഷ്, അപ്പോൾ അത് ഇളകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1 by 1 ആയിട്ട്, ചിക്കൻ ആകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പുരട്ടിയെടുക്കാം. ഫിഷ് ആകുമ്പോൾ 1 by 1 ആയിരിക്കും നല്ലത്. വൺ ബൈ 1 ആയിട്ട് പുരട്ടി മാറ്റി വയ്ക്കാം. ഒരുമിച്ച് പുരട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടഞ്ഞു പോകും. ഒരു സിംഗിൾ പീസൊക്കെ വലിയ ഫിഷൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ ഒരു ചെറിയ കടായി വെച്ചു. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഓയിൽ ചൂടാവട്ടെ. എന്നിട്ട് നമുക്കിത് ഈ പുരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് മൊത്തം ഫ്രൈ ചെയ്തെടുക്കാം. 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ ഇവിടെ. 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എണ്ണ ചൂടായി, നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്യാമേ. ആദ്യത്തേത് ഫ്രൈ ആവട്ടെ. ഇത് ഡീപ്പ് ഫ്രൈ ആണ്. നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പം ഫ്രൈ ചെയ്തെടുക്കില്ലേ, അതുമാതിരി. നമ്മുടെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് 1 by 1 ആയിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയിരിക്കുന്നത് കൂടെ നമുക്കിതുമാതിരി ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത് ഇട്ട ഫിഷും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കതുകൂടെ ഒരു നേരത്തെ വെച്ചിരുന്ന പാത്രത്തിലോട്ട് മാറ്റുവാണേ. ഇനി നമുക്ക് ചില്ലി ഫിഷിൻ്റെ ഫൈനൽ പ്രിപ്പറേഷനിലോട്ട് കടക്കാം. ഞാനിവിടെ ഒരു വലിയ കടായി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത ഓയിലില്ലേ, അതിൻ്റെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാനിതിൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സോട്ട് ചെയ്യാൻ വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാള
ചെറുതായിട്ട് ഇങ്ങനെ ഒരു ക്യൂബ് സൈസിൽ, ചെറിയ ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ സോട്ട് ചെയ്തെടുക്കാം. ഒരു മീഡിയം സൈസ് സവാള മതിയാവും. കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫിഷിൽ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുറച്ച് ആദ്യം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഫൈനലായിട്ട് നോക്കാം, എന്നിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗാർലിക്, അതായത് ഒരു 4-5 അല്ലി, അത് ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ സോട്ട് ചെയ്തിട്ട് ലോ ഫയറിലാണ് ഇത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ക്യാപ്സിക്കം അല്ലെങ്കിൽ 1 ബൗൾ, ഇങ്ങനെ ഒരു ചെറിയ ബൗളിൽ 1 ബൗൾ, ഒരു വലിയ ക്യാപ്സിക്കമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ ക്യൂബ് സൈസിൽ കട്ട് ചെയ്തത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ലൈറ്റ് ബ്രൗൺ, അധികം ഇതാവണ്ട, ആദ്യം ഓവർ കുക്ക് ആവണ്ട, സ്ലൈറ്റ് കുക്ക്. ഇപ്പോൾ ക്യാപ്സിക്കം സോട്ടായി. ഇനി ഇതിലേക്ക് നമുക്ക് ഞാനൊരു 2 ചില്ലി പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് സോസാണ്. അപ്പം നമുക്ക് എന്തൊക്കെ സോസ് വേണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ചില്ലി സോസ്, അതൊരു 2 ടേബിൾ സ്പൂൺ വേണം. രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, സോയ സോസ് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മതി സോയ സോസ്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ വിനിഗർ, 1/2 ടീസ്പൂൺ മതി വിനിഗർ. നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കളറിന് പകരം കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അതൊരു 1 ടീസ്പൂൺ. എരിവ് കുറവ് വേണ്ടെന്നുള്ളവർക്ക് 1/2 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇത്രയും ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പതിയെ ഇളക്കി കൊടുക്കണം. ഫിഷ് ഉടയാതെ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിങ്ങനെ ഡ്രൈ ആയിട്ട് മതിയെങ്കിൽ പ്രിപ്പറേഷൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ടാണ്. അല്ല കുറച്ച് ഗ്രേവി കൂടെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിക്കാം. 1/2 കപ്പ് മതി. ഒന്ന് തീ കൂട്ടി വെച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കാം. വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. ഡ്രൈ ആയിട്ട് മതിയെങ്കിൽ നമ്മൾ ആ ഫൈനൽ പ്രിപ്പറേഷൻ വരുന്ന ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഉപ്പിൻ്റെതും കൂടെ നോക്കിയിട്ട് നമുക്ക് ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുന്ന ഒരു ടൈമിൽ 1 ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മീനുടയാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പതിയെ. തീ വളരെ ലോ ഫയറിൽ വേണം വച്ചിരിക്കാൻ. ഫ്ലെയിം വളരെ ലോ ആയിരിക്കണം. അതുണ്ടോ, പ്രിപ്പയർ ആയി കഴിഞ്ഞു. നമുക്ക് ഉപ്പിൻ്റെ ഇത് നോക്കാം. ഉപ്പ് കറക്റ്റാണ്. വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെന്ന് നിർബന്ധമില്ല. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ചില്ലി ഫിഷ് റെഡി ആയി കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാം.
നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റുവാണേ. ഉടയാതെ മാറ്റണം. ഞാനിന്നുണ്ടാക്കിയ ചില്ലി ഫിഷിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. നൂഡിൽസിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കോമ്പിനേഷനായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഈസി റെസിപ്പീസും ഇതുപോലെ ടേസ്റ്റി റെസിപ്പീസുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് ഡേ വിഷസ്. ടേക്ക് കെയർ. ബൈ ബൈ.